സർക്കാർ ജീവനക്കാരുടെ സ്വകാര്യ വിവരങ്ങൾ ദുരുപയോഗം ചെയ്തതായി ആരോപിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി. സ്പാർക്ക് സോഫ്റ്റ്വെയറിൽ നൽകിയ ഫോൺ നമ്പറുകൾ നിയമവിരുദ്ധമായി ശേഖരിച്ചെന്നും വ്യക്തികളുടെ അനുമതി കൂടാതെ വിവരശേഖരണം നടത്തിയെന്നും ഹർജിയിൽ DA വർധന, ശമ്പള പരിഷ്കരണം തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള സന്ദേശത്തിലാണ് ഹർജി. ഗോപിക അരവിന്ദ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ഗോപിക, കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി PR വർക്കിന് സർക്കാർ ജീവനക്കാരുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തിയെന്നടക്കമുള്ള ആരോപണങ്ങൾ ശക്തമായിരുന്നു. ഇപ്പോൾ ആരാണ് ഹർജി നൽകിയിട്ടുള്ളത്? ജീന, ഈ ഹർജിയുമായി ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത് സർക്കാർ ജീവനക്കാർ തന്നെയാണ്. അധ്യാപകരായ മുഹമ്മദ് റഷീദ്, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്ന അനിൽകുമാർ എന്നിവരാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഹർജി സമർപ്പിച്ചിട്ടുള്ളത്. അവരുടെ പ്രധാനമായ ഹർജി ഉന്നയിക്കുന്ന വാദം എന്തെന്നാൽ ഇത്തരത്തിലുള്ള ഈ വിവരശേഖരണം നിയമവിരുദ്ധമാണെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ ശമ്പള പരിഷ്കരണ പോർട്ടലായ സ്പാർക്കിൽ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫോൺ നമ്പറുകളിലേക്ക് വ്യക്തിഗത ഫോൺ നമ്പറുകളിലേക്ക് ഈ സർക്കാരിന്റെ DA കുടിശ്ശിക, അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണം, അതുപോലെ തന്നെ സർക്കാരിന്റെ നേട്ടങ്ങൾ എന്നിങ്ങനെയുള്ള ഓരോന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വാട്സപ്പ് സന്ദേശങ്ങൾ വന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ഹൈക്കോടതിയിൽ ഈ ഹർജി വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ വാട്സപ്പ് സന്ദേശം അയക്കുന്നത് സ്വകാര്യതാ ലംഘനമാണെന്നും അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ വിവരങ്ങൾ ശേഖരിക്കണമെങ്കിൽ അത് വ്യക്തിഗത നിയമം എന്നുള്ളതുണ്ട്, ഒരു ഡാറ്റ പേഴ്സണൽ നിയമമുണ്ട്, അതും പാലിച്ചിട്ടില്ല എന്നതാണ് ഈ ഹർജിക്കാരുടെ പ്രധാന ആവശ്യം. തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടായിരുന്നു സർക്കാർ ഇത്തരത്തിലൊരു പ്രചരണ രീതി മുന്നോട്ട് വെച്ചത് എന്നും ഹർജിക്കാർ വാദിക്കുന്നുണ്ട്. ഇത് കൃത്യമായ ഒരു നിയമലംഘനമാണ് എന്നതാണ് ഹർജിക്കാരുടെ പ്രധാന ആവശ്യം. എന്തായാലും നാളെ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഹർജി പരിഗണിക്കുകയും ചെയ്യും. എന്തായാലും സർക്കാരിന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ നവകേരള സർവേയുമായി ബന്ധപ്പെട്ടെല്ലാം ഹൈക്കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടിയായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ള സാഹചര്യമാണോ ഇനി ഈ കേസിലും ഉണ്ടാവുക എന്ന് നാളെ പരിഗണിക്കുമ്പോൾ മാത്രമായിരിക്കും അറിയുക. എന്തായാലും ഈ ഹർജിക്കാരുടെ വാദം എന്തെന്നാൽ ഈ സ്വകാര്യതാ ലംഘനവും അതുപോലെ തന്നെ ഇത്തരത്തിൽ വ്യക്തിഗത ഈ സ്പാർക്കിൽ ഈ ശമ്പള പരിഷ്കരണ പോർട്ടലിൽ ഇത്തരത്തിൽ ഫോൺ നമ്പറുകളും ഈ വ്യക്തിഗത വിവരങ്ങൾ നൽകുന്നത് ഔദ്യോഗിക കാര്യങ്ങൾക്ക് മാത്രമാണ്, അല്ലാതെ ഇത്തരത്തിൽ PR സന്ദേശങ്ങൾ അയക്കാൻ ഉള്ളതല്ല എന്നതാണ് ഹർജിക്കാരുടെ പ്രധാന വാദം. ജീന, ശരി ഗോപിക. സ്പാർക്ക് സോഫ്റ്റ്വെയറിലെ വിവരങ്ങൾ ചോർത്തിയെന്നാണ് മുഖ്യമന്ത്രി ഓഫീസിനെതിരായ പരാതി. ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. ഗോപിക അരവിന്ദാണ് വിശദാംശങ്ങൾ നൽകിയത്.